യെസ്, അങ്ങനെ നമ്മൾ വിശദമായ വാർത്തകളിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അല്ലെങ്കിൽ വിശദമാക്കിയ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. BLOമാർക്ക് കടുത്ത ജോലി സമ്മർദ്ദമെന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശം മീഡിയ വണ്ണിന്. രാഷ്ട്രീയ ഇടപെടലുകളിൽ കൂടി വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നത്. മരിച്ചവരുടെയും സ്ഥലം മാറിയവരുടെയും പേരുകൾ നിലനിർത്താൻ രാഷ്ട്രീയക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പിൽ വന്ന സന്ദേശമാണ് മീഡിയ വണ്ണിന് ലഭിച്ചത്. അത് ഈ SIR ഫോം വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BLOമാർക്കിടയിൽ അതിഭയങ്കരമായ സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. അതിപ്പോൾ ഈ ഗ്രൂപ്പിൽ എനിക്ക് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിഭയങ്കരമായി അത് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയും. പറഞ്ഞു ഈ മരിച്ചവരെയും അതുപോലെ സ്ഥലം മാറിപ്പോയവരെയും ഒക്കെ ഇതിനകത്ത് ചെയ്യുക എന്നൊക്കെ പേഴ്സണലി എന്നെ വിളിച്ചോളൂ. 5:30 മണിക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ആ ഫോൺ എടുത്തിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് പറഞ്ഞു ഇപ്പം ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ പോലെ ഒരുമിച്ച് പറയരുതെന്ന് പറഞ്ഞതോ. അതുപോലെ തന്നെയാണ് ഈ ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ റവന്യൂ അധികാരികളുടെ മേലിൽ നിന്ന് പറയുന്നത് നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി അതീവ വിധേയത്വം പുലർത്തുകയാണ്. ഇത് BLOമാർക്ക് അതിഭയങ്കരമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നത് സത്യമാണ്. ഓരോ ആളുകളെ സൗകര്യപ്രദമായി അതിന് ചില രാഷ്ട്രീയ സംഘടനകളുടെ സമ്മർദ്ദമൊക്കെ മൂലം മറ്റുള്ള ആളുകളെ ഈ BLOമാരായി നിയമിച്ച് അവരുടെ മേലെ അതിസമ്മർദ്ദം നടത്തുകയാണ്. ഈ പ്രശ്നം നടത്തിയത് തിരുവല്ല ഭാഗത്താണ്. പത്തനംതിട്ട ജില്ലയിൽ അതിഭയങ്കരമായി അവിടെ ഒരുപാട് സ്ഥലത്തൊക്കെ ആള് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണമെന്നൊക്കെ പറയണ്ടേ. സഫ്വാൻ VP വിശദാംശങ്ങൾ നൽകും. സഫ്വാന്, ഈ ഓഡിയോ ആരുടേതാണ് എന്ന് വിവരം നമുക്കില്ല. ആരുടേതാണെങ്കിലും ഓരോ BLOമാരും അനുഭവിക്കുന്ന മാനസിക പ്രയാസം, അധിക സമ്മർദ്ദം, ജോലിഭാരം, അതൊക്കെ ആ വാക്കുകളിൽ പ്രകടമാണ്. അപ്പോൾ മൊത്തത്തിൽ BLOമാർ ഇതിനകത്ത് വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങുന്നു. ഇന്നിപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് ഉപരോധിച്ചുള്ള സമരത്തിലേക്കൊക്കെ നീങ്ങുന്നു. എങ്ങനെയാണ് ഇവരുടെ അസോസിയേഷന്റെ നീക്കങ്ങൾ, ഇവരുടെ പ്രതികരണങ്ങൾ? ഷെയ്ഫുദ്ദീൻ പയ്യന്നൂർ സ്വദേശി അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് SIR നടപടിക്രമങ്ങളിൽ BLOമാർ നേരിടുന്ന ജോലി സമ്മർദ്ദം ഉയർത്തി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിനൊരുങ്ങുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓഡിയോ ഈ ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ ജോലി സമ്മർദ്ദത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഓഡിയോ നമ്മൾ പുറത്തുവിടുന്നത്. 2 ഘട്ടത്തിലുള്ള ഒരു സമ്മർദ്ദമാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ഉദ്യോഗ തലത്തിൽ നിന്നുള്ള സമ്മർദ്ദം. ഈ 1 മാസത്തിനുള്ളിൽ ഈ ജോലി പൂർത്തീകരിക്കാനുള്ള ധൃതി വെക്കുന്ന ഒരു കാര്യം. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അടക്കം ഇക്കാര്യങ്ങളിൽ അനധികൃതമായി ഇടപെടുന്നു, BLOമാർക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. ഈ ഇരട്ടിപ്പൊക്കെ ഒഴിവാക്കും എന്നാണ് SIR നടപ്പാക്കുമ്പോൾ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ മരിച്ചവരെ പോലും ഈ പേരിൽ ഉൾപ്പെടുത്താത്ത വിധത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം BLOമാർക്ക് ഫീൽഡിൽ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇദ്ദേഹം തുറന്നു പറയുന്നത്. ഈ നേരത്തെ തന്നെ ഈ തങ്ങൾക്ക് കിട്ടിയ അവസരങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിന്റെ അധിക ഭാരത്തെക്കുറിച്ച്, ജോലി ഭാരത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചുയർത്ത യോഗത്തിലും അല്ലാതെയും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു പ്രതിഷേധ സ്വഭാവം ുള്ള ഒരു ഓഡിയോ ആണ്. ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ BLOമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്ന രീതിയിൽ തന്നെ അതിന്റെ ഓഡിയോ സന്ദേശം നമ്മൾ പുറത്തു വരുന്നത്. 23 വർഷം പഴക്കമുള്ള വോട്ടർ പട്ടിക തിരുത്താൻ എങ്ങനെയാണ് 30 ദിവസം കൊണ്ട് കഴിയുക? അത് ഇവർക്കുണ്ടാക്കുന്ന ജോലി ഭാരത്തെ കുറിച്ച് സർവീസ് സംഘടനകൾ നേരത്തെ തന്നെ ആശങ്ക ിരുന്നു. അതിനിടയിലാണ് അനീഷ് ജോർജിന്റെ മരണം സംഭവിക്കുന്നതും. ഈ മരണത്തെ അവർ ഇപ്പോൾ പറയുന്നത് അനീഷ് ഈ ധൃതി കാണിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ധൃതി കാണിക്കുന്ന രക്ഷസാക്ഷിയാണ് അനീഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി BLOമാർ പണിമുടക്കുകയാണ്, ഈ ജോലി ബഹിഷ്കരിക്കുകയാണ്.
കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഇന്ന് സമരം നടത്തുന്നുണ്ട്. എല്ലാ ജില്ലാ വരണാധികാരികളുടെ ഓഫീസിലേക്കും സമരം നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഒരു രാഷ്ട്രീയ സമ്മർദ്ദം കൂടി, രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം കൂടി ഇവർക്ക് നേരിടേണ്ടി വന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ഈ ഓഡിയോയിൽ പറഞ്ഞത് ഈ ആളുകളെ ഫേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ അടിത്തട്ടിലുള്ള ആളുകളെ ഫേസ് ചെയ്യേണ്ടത് ഈ BLOമാരാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് BLOമാരാണ്. ഈ സാങ്കേതിക കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നൂലാമാലകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല കേസുകളിലും ഉണ്ടാകും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് കേവലം ഫോം വിതരണം ചെയ്തു, 94% ഫോമും വിതരണം ചെയ്തു എന്ന് അറിയിക്കുമ്പോഴും ഇതിനോടുള്ള ഒരു ഉത്തരം ഈ BLOമാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് അവരുടെ അധികാര പരിധിയിലുള്ള ആളുകൾ ആശങ്ക അറിയിക്കുകയും അവരെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. തങ്ങൾ ഈ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകുമോ എന്നുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്ന മനുഷ്യർ നേരിട്ട് പരാതി പറയുന്നത് ഈ BLOമാരോടാണ്. ആ അർത്ഥത്തിൽ ഈ മനുഷ്യരോട് ചോദിക്കാൻ പറയാൻ, ഉത്തരം നൽകാൻ പോലും വരാത്ത ഒരു സാഹചര്യമാണ് തങ്ങൾ നേരിടുന്നതെന്നുള്ള ഒരു തുറന്നു പറച്ചിലാണ് ഇപ്പോൾ ഈ ഓഡിയോ അടക്കം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും സഫ്വാൻ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവർ ആരോടൊക്കെ മറുപടി പറയണം, ആരോടൊക്കെ സമാധാനം. വീടുകളിലെത്തുമ്പോൾ ഈ ആളുകൾ, വോട്ടർമാർ പറയുന്ന പരാതികൾ, അവരുടെ ആവലാതികൾ, ഇതൊക്കെ അദ്ദേഹം കേൾക്കണം. രാഷ്ട്രീയ പാർട്ടികളുടെ ഈ സമ്മർദ്ദങ്ങളൊക്കെ അത് താങ്ങണം. പിന്നെ മേലധികാരികളോടുള്ള സമാധാനം. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ വീട്ടിൽ നമ്മൾ പോലും വളരെ അഗ്രസീവ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ആ ചോദ്യങ്ങളൊക്കെ നമ്മുടെ സംശയങ്ങളൊക്കെ അവരോടാണ് ചോദിക്കുന്നത്. അത് പക്ഷെ കുറച്ചുകൂടെ അഗ്രസീവ് ആയി പോകും. എല്ലാ സമ്മർദ്ദങ്ങളും അതിജീവിക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും കുറച്ച് എന്താ പറയാ, നിഷ്കളങ്കരായ മനുഷ്യർക്ക് അത് പറ്റിയെന്ന് വരില്ല.